ഭാസ്കരക്കാരനവർ വധക്കേസിലെ പ്രതി ഷെറിന് പരോൾ അനുവദിച്ചിരിക്കുകയാണ്. ഏപ്രിൽ 5 മുതൽ 15 ദിവസത്തേക്കാണ് ഈ പരോൾ. സ്വാഭാവിക നടപടി എന്നാണ് ജയിൽ വകുപ്പിന്റെ വിശദീകരണം വരുന്നത്. ഷെറിന് ശിക്ഷാ ഇളവ് നൽകി വിട്ടയക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചത് ഏറെ വിവാദമായിരുന്നു. 14 വർഷത്തെ ശിക്ഷാ ഇളവിനുള്ളിൽ 500 ദിവസത്തെ പരോളാണ് ഷെറിന് ലഭിച്ചിട്ടുള്ളത്. കാമുകനൊപ്പം ജീവിക്കാനായി ഭർത്തൃപിതാവായ ചെങ്ങന്നൂർ സ്വദേശി ഭാസ്കരക്കാരനവരെ വധിച്ചതിന് 2010 ഷെറിന് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത്. അപ്പോൾ മറ്റുള്ള തടവുകാരൊക്കെ തന്നെ ഇങ്ങനെ കാത്തിരിക്കുന്നു പരോളിനായി. അപ്പോൾ വഴിവിട്ട ആനുകൂല്യങ്ങളാണോ ഷെറിന് നൽകുന്നത്? മോചന നീക്കം വലിയ വിവാദമായ സാഹചര്യത്തിൽ നമുക്ക് ഈ വിഷയം പരിശോധിക്കാം. സുഭാഷ് ബാബു റിട്ടയർഡ് SP-യും ഒപ്പം റെജി ലൂക്കോസ് ഇടത് നിരീക്ഷകൻ, വസന്ത് ശ്രീക്ക് കോൺഗ്രസ് നേതാവ് എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ സുഭാഷ് ബാബുവിലേക്ക്. ശ്രീ സുഭാഷ് ബാബു, അറിയാമല്ലോ ഈ മോചന നീക്കം സംബന്ധിച്ച് നടത്തിയ നീക്കങ്ങൾ അത് വഴിവിട്ടതായിരുന്നു എന്ന തരത്തിലേക്ക് എത്തിയപ്പോഴാണ് ഈ നീക്കം പിന്നീടൊന്ന് മരവിപ്പിക്കുന്നത്. പിന്നീട് ഗവർണർക്ക് പരാതിയടക്കം പോയി. ഗവർണർ ഈ വിഷയത്തിൽ നിയമോപദേശം തേടിയിരിക്കുകയാണ്. അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ 2 ആഴ്ച ഷെറിന് പരോൾ നൽകിയിരിക്കുന്നത്. ഇതൊരു സ്വാഭാവിക നടപടി എന്നാണ് ജയിൽ വകുപ്പിൻ്റെ വിശദീകരണം വരുന്നത്. അതിൽ ശരികേടുകൾ ഉണ്ടോ ശ്രീ സുഭാഷ് ബാബു? തീർച്ചയായിട്ടും. കാരണം ഇവരെ സംബന്ധിച്ചുള്ള ഇവർ ജയിലിലെ സൽസ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ പരോളും അതിനുശേഷം ഇപ്പോൾ പ്രീമച്വർ റിലീസും ഒക്കെ വരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇവരെ സംബന്ധിച്ചുള്ള നിരവധി കുറ്റാരോപണങ്ങൾ, അതിനുള്ളിൽ നിന്ന് അതിക്രമങ്ങൾ, ജയിൽ ഉദ്യോഗസ്ഥന്മാരോടുള്ള പെരുമാറ്റം, അതിനെ സംബന്ധിച്ചുള്ള പരാതികൾ നിരവധി ഉണ്ടായാലും ശരി അത് മുഴുവൻ തമസ്കരിക്കപ്പെട്ടു എന്നാണ് പൊതുവേ നമ്മൾ ഔദ്യോഗികമായിട്ടും മറ്റു രീതിയിലും അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഏത് കാരണവശാലും ശരി ഇവർക്ക് മുൻകാലങ്ങളിൽ പരോള് പോലും കൊടുത്തത് അധികരിച്ച ദിവസങ്ങൾ കൊടുത്തിട്ടുണ്ട്. 30 ദിവസം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 30 ദിവസം കൂടെ നീട്ടിയിട്ട് അല്ലെങ്കിൽ ദിവസങ്ങളോളം നീട്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ മുൻപുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ എല്ലാ ദുസ്വഭാവങ്ങളും അച്ചടക്ക ലംഘനങ്ങളും മറച്ചു വെച്ചുകൊണ്ടാണ് അതിന് റെക്കമെൻഡേഷൻ ജയിൽ അഡ്വൈസറി കമ്മിറ്റി കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കൊടുത്തതിന് ശേഷം ഇവർ സൽസ്വഭാവിയാണ് ഇതുവരെയുള്ള മുഴുവൻ സമയങ്ങളും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് പ്രീമച്വർ റിലീസ് റെക്കമെൻഡ് ചെയ്തതും അതിന് ഉത്തരവായതും. ആ ഉത്തരവ് ഗവൺമെൻറ് തീരുമാനം ആയതിന് ശേഷവും എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തടവുകാരായിട്ട് അവമര്യാദയായിട്ട് പെരുമാറുക, അതിനുശേഷം അവരെ മർദ്ദിക്കുന്ന സംഭവം വരെ ഉണ്ടായി. അതിനെ തുടർന്ന് കേസ് കൊടുത്ത് പോലീസിൻ്റെ അടുത്ത് പരാതി കൊടുത്ത് കേസെടുത്ത് അന്വേഷണം വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അവരെ ജയിൽ മാറ്റിയിരിക്കുകയാണ്. അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റില്ല. മറ്റാളുകളുടെ പ്രതിഷേധം കാരണം ആണ് മാറ്റപ്പെട്ടത്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എന്തായാലും ശരി പ്രീമച്വർ റിലീസ് എന്ന് പറയുന്ന സാധനം എന്തായാലും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് കാരണം അത് തന്നെ സ്വാധീനത്തിലാണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിനോടൊപ്പം തന്നെ അങ്ങനെ നിൽക്കുന്ന ഒരു പ്രതി എങ്ങനെ പരോള് കൊടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നടപടിക്രമത്തിനൊക്കെ വിപരീതമായിട്ടാണ്. എന്തായാലും അതിനകത്ത് ഏതെങ്കിലും രീതിയിലുള്ള സ്വാധീനമോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പക്ഷപാതപരമായിട്ട് നടപടികളുണ്ടോ എന്നുള്ളതിന് സംശയം വേണ്ട. കാരണം പലരും കാരണം ഇത്രയും ദിവസം 500 ദിവസത്തിൽ അധികം പരോൾ ലഭിക്കുക എന്ന് പറയുമ്പോൾ ഇത്രയും വർഷം നോക്കുമ്പോൾ അങ്ങ് മറ്റ് കേസുകൾ, ഒരുപാട് കേസുകൾ പരോൾ എന്ന് പറയുന്നത് സ്വാഭാവികമായും അനുവദിക്കപ്പെടേണ്ടതാണ്. പക്ഷേ അതിന് ചില നിബന്ധനകളുണ്ട്. അതിന് അഡ്വൈസറി ബോഡിയുണ്ട്, റിട്ടയർഡ് ജസ്റ്റിസ് അടക്കമുള്ള ആളുകൾ ഒക്കെ ഉള്ള ഒരു കമ്മിറ്റി, ജഡ്ജിമാരുടെയൊക്കെ തന്നെ സാന്നിധ്യമുള്ള ഒരു കമ്മിറ്റി. അപ്പോൾ ഇതൊരു സ്വാഭാവിക നടപടി എന്ന് നമുക്ക് പറഞ്ഞൊഴിയാൻ കഴിയുന്നതാണോ? തീർച്ചയായിട്ടും അല്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അനർഹർക്ക് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചുള്ള സാധാരണ സംഭവമായി മാറി. മുമ്പൊക്കെ പരോൾ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം പോലീസിൻ്റെ റിപ്പോർട്ട് പ്രധാനമായിട്ടും പ്രഥമ പരിഗണന കൊടുത്തുകൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജയിൽ ഉദ്യോഗസ്ഥന്മാരുടെയും പോലീസുകാരുടെയും റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പരോൾ മുമ്പ് കൊടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. അതൊക്കെ അവഗണിച്ചതിന് ശേഷം ആർക്കെങ്കിലും കൊടുക്കണമെന്ന് തീരുമാനിച്ചാൽ കൊടുത്തിരിക്കും. അതിന് റിപ്പോർട്ടുകളൊക്കെ അപ്രസക്തമാണ്. അത് തിരസ്കരിച്ചുകൊണ്ടാണ് ഇത് മുഴുവൻ സംഭവിച്ചിരിക്കുന്നത്. കാരണം ചോദിക്കാൻ ആരുമില്ലല്ലോ. ഗവൺമെൻറ്റിൻ്റെ അധികാര പരിധിയിൽ വരുന്ന പ്രവൃത്തി ആയതുകൊണ്ട് അത് ആരും ചോദ്യം ചെയ്ത് കോടതിയിലൊന്നും അങ്ങനെ പോകാറില്ല. പോയാൽ പോലെയും ജയിൽ രേഖകളൊക്കെ ശരിയാണെങ്കിൽ അവരെ സംബന്ധിച്ച് അവരുടെ പണിഷ്മെൻറ്റ് രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതിനകത്തിൽ എന്ത് എൻട്രി ഉണ്ടോ എന്ന് മാത്രമേ നോക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളത് കൂടി അത് രഹസ്യാത്മക സ്വഭാവത്തോടുകൂടി തമസ്കരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ അതിനകത്തുള്ളത് കൊണ്ട് ഇതൊന്നും രേഖപ്പെടുത്തപ്പെടില്ല. രേഖപ്പെടുത്താത്തിടത്തോളം കാലം ഇതെങ്ങനെ തെളിയിക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ തെളിയിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ വാസ്തുത. അപ്പോൾ അങ്ങനെ രേഖകൾ കൃത്രിമമായിട്ടുണ്ടാക്കുകയോ അല്ലെങ്കിൽ സത്യവിരുദ്ധമായി രേഖപ്പെടുത്തുകയോ ചെയ്തതിന് ശേഷം ഇങ്ങനെ അനുവദിച്ചു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യപ്പെട്ടാലും രക്ഷയില്ല എന്നുള്ളതുകൊണ്ട് ആരും ചോദിച്ചിരുന്നില്ല. എന്തായാലും ഇങ്ങനെയുള്ള സ്വഭാവ
ദൂഷ്യമുള്ള അച്ചടക്കരാഹിത്യം നിരന്തരം നടന്നുകൊള്ളുക, അതിക്രമങ്ങൾ നടന്നിരിക്കുന്ന പ്രതിക്ക് ഇതേമാതിരി പ്രിമച്വർ റിലീസോ അതുപോലെ തന്നെ പരോളുകൾ പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ, ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു ക്രിമിനൽ കേസ് പോലും രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു പശ്ചാത്തലത്തിൽ കൊടുത്തു എന്ന് പറയുന്നത് എന്തായാലും സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പക്ഷപാതപരമായ നടപടിയാണെന്ന് തന്നെ നമ്മൾ നോക്കണം. അഡ്വൈസറി കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട്, അത് നിയമപരമായ ഒരു പ്രക്രിയ ആണെങ്കിൽ പോലും അതൊക്കെ ഒരു പാർട്ടിസാൻ, അതായത് ഒരു പക്ഷപാതപരമായ ഒരു എന്താ പറഞ്ഞത്, ഒരു വളരെ സ്വജനപക്ഷപാതവും അല്ലെങ്കിൽ സ്വന്തം താല്പര്യാത്മകമായ ഒരു പ്രവർത്തനത്തിലൂടെയാണ് പോകുന്നതിൻ്റെ തെളിവാണ്. ഇതെല്ലാം പ്രസക്തമായ കാര്യങ്ങളാണ്. ഇതിനകത്ത് കൊടുത്തു എന്ന് പറയുന്നത് തീർത്തും നമുക്ക് അസ്വീകാര്യമായ നടപടിക്രമം എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. വണങ്ങിയെത്താം ശ്രീ റെജി ലൂക്കോസ്. കാരണം അറിയാമല്ലോ, നമുക്ക് വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമപരമായ വഴിയുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ ഷെറിൻ്റെ അപേക്ഷകൾ മാത്രം ഈ ചുവപ്പ് നാടയിൽ കിടക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ അതിനൊന്നും ഒരു കാലതാമസമില്ല. പെട്ടെന്ന് തന്നെ അത് പോസിറ്റീവായി വരികയാണ്. കാരണം അപ്പോൾ സൽസ്വഭാവത്തിൻ്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ്, ജയിലിൽ ഇത്രയും നാളത്തെ ഈ സർട്ടിഫിക്കറ്റൊക്കെ നോക്കുമ്പോൾ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് എന്തുകൊണ്ടായിരിക്കാൻ ലഭ്യമാകുന്നത് ഈ ഷെറിൻ്റെ കാര്യത്തിൽ എപ്പോഴും? ശ്രീ റെജി ലൂക്കോസ്. പ്രതീക്ഷ, ഇതിനകത്ത് ജയിൽ വകുപ്പ് നൽകിയ വിശദീകരണം സ്വാഭാവികമായ ഒരു നടപടിക്രമം എന്നുള്ളതിനോട് യോജിക്കുകയാണ്. അതിന് കാരണം ഈ പരോൾ നൽകുന്ന സർക്കാരിന്റെ ഡിസ്കഷനോ സർക്കാർ മാത്രം എടുക്കുന്ന തീരുമാനമാണ്. പരാളിന് പിന്നെ ജയിൽ ഉപദേശ സമിതിയുണ്ട്, അതിൽ ജില്ലാ ജഡ്ജിയാണ് അതിന്റെ അധ്യക്ഷൻ, മറ്റു പല അംഗങ്ങളുണ്ട്. അവര് ആദ്യം ശുപാർശ നൽകും. ആ ശുപാർശ ജില്ല ഏത് ജയിലാണോ അതിന്റെ സൂപ്രണ്ടിന് കൊടുക്കും. സൂപ്രണ്ട് അതിന്റെ മേലധികാരികൾക്ക് നൽകി അവര് ആണ് ഇതിന്റെ തീരുമാനം എടുക്കുന്നത്. അതിൽ സർക്കാരിന് വലിയ റോളൊന്നുമില്ല. അതേസമയം ശിക്ഷാളവ് നൽകുക എന്ന് പറയാറില്ല, വ്യത്യാസമുണ്ട്. അതിൽ നൽകേണ്ട ഫൈനൽ അതോറിറ്റി സാക്ഷാൽ ഗവർണറാണ്. അതെങ്ങനെയാണ് നൽകുന്നത്? അത് ഇതുപോലെ തന്നെ പ്രൊസീജിയറിലൂടെ പോയി കഴിഞ്ഞ് മന്ത്രിസഭയുടെ മുമ്പിൽ വരും. മന്ത്രിസഭയെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ട് ഈ കടമ്പകളെല്ലാം കടന്നു വരുന്നതായി ജില്ലാ ഉപദേശ സമിതി, ജില്ലാ ജഡ്ജി അധ്യക്ഷമായിട്ടുള്ള ഉപദേശ സമിതി അങ്ങനെ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ജീവപര്യന്തം തടവ് കിട്ടുന്നവർക്ക് സാധാരണ ഒരു 12 വർഷം കൊടുക്കുന്ന അതിന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ടായിരിക്കും അവർ ശുപാർശ ചെയ്യുന്നത്. അത് ഗവർണർക്ക് അയച്ചു കൊടുക്കും. ഗവർണറാണ് തീരുമാനം എടുക്കേണ്ടത്. ഈ രണ്ട് കാര്യങ്ങളിലും ആദ്യത്തെ കാര്യത്തിൽ സർക്കാർ ഒരു ഉത്തരവാദിത്വമില്ല. അതുകൊണ്ട് സ്വാഭാവികമല്ല എന്ന് പറയുന്നതിനകത്ത് എനിക്ക് യോജിപ്പില്ല. സ്വാഭാവികം തന്നെയാണ്. പിന്നെ ഷെറിന്റെ കാര്യത്തിൽ ശിക്ഷാളവ് നൽകാൻ പാടില്ല എന്നും. മാർച്ചിൽ പോലും സഹതടവുകാരിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു കേസുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പബ്ലിക് ഡൊമൈനിലുള്ളതാണ് വിശദാംശങ്ങളൊക്കെ തന്നെ. അപ്പോൾ അതൊക്കെ തന്നെ, അത് മാത്രമല്ല, ഈ ഒരു മോചനത്തിലുള്ള നീക്കം നടന്നപ്പോൾ അത് ശക്തിയുക്തം, അത് സ്വാഭാവികമായ നടപടിയല്ലേ എന്ന് വാദിച്ച ആളുകൾ, സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ പിന്നീട് എന്താണ്, അത് ചവിട്ടിപ്പിടിച്ചു. എല്ലാം സുതാര്യമായിരുന്നെങ്കിൽ അങ്ങ് ഒരു ഗ്രീൻ സിഗ്നൽ കൊടുത്താൽ മതിയായിരുന്നല്ലോ. അപ്പോൾ എന്തോ അതിനകത്ത് അയുക്തി ഉണ്ട് എന്ന് തോന്നിയത് കൊണ്ട് അതവിടെ ചവിട്ടിപ്പിടിച്ച ശേഷം ഗവർണർ മുന്നിൽ ഒരു പരാതി പോയി. ആ പരാതിയിൽ ഗവർണർ നിയമോപദേശം തേടുന്നു. അപ്പോൾ അവിടെ ഈ സന്ദർഭത്തിൽ മറ്റൊരു വഴി പരോളിലൂടെ അനുവദിക്കപ്പെടുമ്പോൾ അതിൽ ചില സംശയങ്ങൾ സ്വാഭാവികമായി ഉടലെടുക്കില്ലേ? സംശയങ്ങൾ ആർക്കും തോന്നാൻ അതിനകത്ത് തെറ്റൊന്നുമില്ല. അതിൽ സുഭാഷ് അവസാനം പറഞ്ഞതിനെ ഭാഗികമായിട്ട് മാത്രം ഞാൻ യോജിക്കുന്നുണ്ട്, പൂർണ്ണമായിട്ട് യോജിക്കുന്നില്ല. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ഷെറിന്റെ വക്താവ് ഷെറിനോട് താല്പര്യമുള്ള ഒരു വ്യക്തിയല്ല. ഒരു മനുഷ്യനെ കൊന്നിട്ടുണ്ട്, അവനെയൊക്കെ ജീവിതകാലം മുഴുവൻ ജയിലിലിടണമെന്നുള്ള പക്ഷക്കാരനൊക്കെ. നമുക്ക് അതിനോട് ഒരു മനുഷ്യനെ ജീവൻ എടുക്കാനുള്ള അവകാശം, ഒന്നും തല്ലാൻ പോലും അവകാശമില്ലാത്ത ഇത് വിശ്വസിക്കുന്ന ആളാക്കാണ് ഞാൻ. ജീവിതത്തിൽ ആരും തല്ലിയിട്ടില്ല, എന്നെ ആരും തല്ലിയിട്ടില്ല. പക്ഷെ എനിക്ക് പറയാനൊരു കാര്യമുണ്ട്. ഈ ഷെറി എന്ന് പറഞ്ഞ വ്യക്തിയെ ഈ ഉപദേശക സമിതി അവർക്ക് പരോൾ കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അളവ് നൽകുന്നതിനോ ശുപാർശ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരു സ്ത്രീ, ഒരു സഹതടവുകാരി എന്ന് അവകാശപ്പെടുന്ന ഒരു സ്ത്രീ തൃശ്ശൂർ ജില്ലക്കാരി വന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് മാത്രമേ തെളിവുള്ളൂ. അല്ലാണ്ട് അവരെ പേരിൽ ആരോപിക്കപ്പെട്ട ആരോപണങ്ങൾ ജയിൽ ഭരണാധികാരികളോ ആരും ഇതുവരെ അത് തെറ്റാന്ന് ശരിയാണെന്ന് പറഞ്ഞു. പ്രതിപക്ഷം എന്താണെന്ന് ആരോപിച്ചത് ചില ആളുകളുടെ താല്പര്യങ്ങൾ എന്ന്. ഈ മന്ത്രിസഭയിൽ ഒരു മന്ത്രിയുടെ പേര് പോലും അന്ന് ഉന്നയിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി അടക്കം ഈ നീക്കത്തെ അന്ന് വിമർശിച്ചത്. പക്ഷേ ആ നീക്കം അവിടെ ഇങ്ങനെ ഫ്രീസറിലിരിക്കുമ്പോൾ മറ്റൊരു വഴി വീണ്ടും തുറക്കപ്പെടുമ്പോൾ ആരുടെയൊക്കെ താല്പര്യങ്ങൾ, മറ്റാരുടെയെങ്കിലും ചേതോ വികാരം ഇക്കാര്യത്തിൽ ഉണ്ടോ? ഇടപെടലുകളായി എന്തെങ്കിലും വരുന്നുണ്ടോ? അങ്ങനെ സംശയിക്കേണ്ടതുണ്ടോ? ഒരു കാര്യം ഞാൻ ഉദാഹരണം പറയാം. ഇപ്പൊ ആയിരക്കണക്കിന് ജയിൽ തടവുകാർക്ക് കഠിന ശിക്ഷ വിധിച്ചവർക്ക് പോലും ഈ 12 വർഷം അത്യപൂർവങ്ങളായിട്ട് കോടതി ചിലപ്പോൾ 10 വർഷം ആകുമ്പോഴത്തേക്കും അത് പിന്നെ ശിക്ഷകളെ നൽകാറുണ്ട്. സുഭാഷ് ചന്ദ്രബാബുവിന്റെ സർവീസ് കാലത്തായിരിക്കണം ഒരു പ്രമാദമായ കേസ് ഉണ്ടായിട്ടുണ്ട്, കരിക്കലുമില്ല കൊലക്കേസ്. മദ്രാസിലെ മോൻ എന്ന് പറയുന്ന ആൾ ഉൾപ്പെടെ ഒരു എത്യോപ്യക്കാരൻ, ഒരു ആഫ്രിക്കൻ വംശജർ ഉൾപ്പെടെ 4 പേര്, ഒരു മലേഷ്യക്കാരുണ്ടെന്ന് എന്റെ ഓർമ്മ. കാരണം എന്റെ വളരെ ചെറു പ്രായത്തിലാണ്.
അവരെ ശിക്ഷിച്ചു, കഠിന ശിക്ഷ കൊടുത്തു. ആ ശിക്ഷാ കാലങ്ങളൊക്കെ ഞാൻ ഇന്ന് സെർച്ച് ചെയ്തപ്പോൾ ഞെട്ടിപ്പോയി. അതിന് പിന്നെ റെനിയെ കുറ്റപ്പെടുത്തത്തില്ല. കാരണം വെച്ചാല് ജയിൽ അധികൃതർ കൊടുത്ത ഇളവ് ചോദിച്ചാൽ ഞാനാണല്ലോ അതിലൊന്നൊരു വലിയൊരു മതപ്രഭാഷകൻ ഐഡിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടോട് പറയുന്ന ആളാന്നൊക്കെ പറയപ്പെടുന്നത്. എങ്കിൽ കൊലപാതകമായിട്ട് കാണാൻ എനിക്ക് പറ്റത്തുള്ളൂ. അയാൾക്ക് അവരുൾപ്പെടെയുള്ളവർക്ക് ശിക്ഷ ഇളവ് നൽകി. ഇന്ന് അയാൾ ബാംഗ്ലൂർ വലിയൊരു പിന്നെ എന്താ പറയുക കൗൺസിലിങ്ങും എന്തോ ഒരു ബൈബിൾ പ്രഭാഷകനൊക്കെയാണ് ജീവിക്കുന്നു. അപ്പൊ അത് കൊടുത്തതാരാന്നറിയോ ആ ഇളവ് നൽകിയത്? അത് പിന്നെ നിങ്ങളെ ആർക്കൈവ്സിലേക്ക് ഒന്ന് പറയുന്നത് നോക്കണം. അപ്പൊ ഈ കോൺഗ്രസ്സുകാർക്ക് പറയാൻ എന്താ അവകാശമുള്ളത്? കോൺഗ്രസ്സുകാർ ഈ സർക്കാർ ചെയ്ത് മുഴുവൻ തെറ്റാണെന്ന് പറയും. ഇപ്പൊ ഓർമ്മകളൊക്കെ മരവിച്ചു പോയ ഒരു സമൂഹത്തിന് മുമ്പിലാണെങ്കിലേ ഉള്ളൂ കോൺഗ്രസ് ഇതിനെയൊക്കെ എതിർക്കാനും പറ്റത്തുള്ളൂ. കോൺഗ്രസിന്റെ ഭരണകാലത്ത് കൊടുത്ത ഇനിയും ഉദാഹരണങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെ ഈ ഒരു എല്ലാ ഗവൺമെന്റ് തലക്കി വെച്ച് ഇത്തരം കുറ്റവാളികൾക്ക് പിന്നെ പരോൾ കൊടുക്കുന്നതോ ശിക്ഷകൾ നൽകുന്നതല്ല ഈ സർക്കാരിന്റെ എന്തോ വ്യക്തിപരമായ താല്പര്യം ഉണ്ടാകുന്നതോ നിർവചിക്കുന്നത് തെറ്റാണ്. അതിനകത്ത് പാളിച്ചകളുണ്ടാകാം, ഗവൺമെന്റ് തിരുത്തും. ഞാൻ പറഞ്ഞില്ല ഇതിന്റെ പരമാധികാരി ഗവർണറാ ഈ ശിക്ഷകൾ നൽകുന്നതിന്റെ. പരോൾ കൊടുക്കുന്ന ഗവർണറൊന്നുമല്ല. പരോൾ രണ്ട് രീതിയിൽ കൊടുക്കാൻ എന്റെ എളിയ അറിവ്. ഒന്ന് കോടതിക്ക് പരോൾ കൊടുക്കാം. ഒറ്റ ഉദാഹരണം പറയട്ടെ, കേരളത്തെ അടുക്കിയ കേരളം കണ്ട ഏറ്റവും വലിയ കൊടുങ്കൂറായ ചെന്താമരയ്ക്ക് അതിന്റെ റിമാൻഡ് വെറുതെ ആയിരുന്നെങ്കിൽ പോലും അയാൾക്ക് ജാമ്യം കൊടുത്തു. അന്ന് ആ ജാമ്യം കൊടുത്ത് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും അയാൾക്കെതിരെ എത്രയോ ആളുകൾ ആ കൊലയപ്പെട്ട രണ്ട് മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങള്, അയൽവാസികളായ സ്ത്രീകള് ഒക്കെ ഈ നെന്മാറ പോലീസ് പോയി പരാതി കൊടുത്തില്ലേ? ഇയാൾ ഭീഷണിയാണ്, തന്നെ നെന്മാറായിട്ട് പഞ്ചായത്തിൽ പ്രവേശിക്കാൻ പാടില്ലെന്നും പോലെ കോടതിയുടെ ജാമ്യ അവസരമുണ്ട്. ആ പോലീസ് ചെയ്ത പരിപാടി എന്താ? അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ ആണെങ്കിൽ ഒരുപക്ഷെ അയാളുടെ വിവരക്കുറവുണ്ടായിരിക്കും. ഇവനെ ഉപദേശിച്ചു വിടുപോയത്. രണ്ട് വിലപ്പെട്ട ജീവൻ പോയി, രണ്ട് കുഞ്ഞുങ്ങൾ അനാഥരായി, രണ്ട് പെൺകുഞ്ഞുങ്ങൾ അനാഥരായി. കേരളത്തിന് കണ്ണീര് ആയിരുന്നു ആ കുട്ടികളുടെ ആ വേദനയിൽ പങ്കുവെച്ചത്. അപ്പൊ ഇതൊക്കെ ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. അതിന് സർക്കാരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? അത് ശ്രീ വസന്തശ്രീക്ക് അപ്പോൾ ഈ പരോൾ എന്ന് പറയുന്നത് ഷെറിനൊക്കെ അനുവദിക്കുന്നത് അല്ലെങ്കിൽ ഇടത് സർക്കാരിന്റെ കാലത്തല്ല, അതൊക്കെ നിങ്ങളും ചിന്തിക്കണം. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇക്കാര്യത്തിൽ ഈ കൊടിച്ചുനി അടക്കമുള്ള പ്രതികൾക്ക് അനാവശ്യ പരോളുകൾ, നമുക്കറിയാം പരോളിൻ്റെ ആ ശിക്ഷാ കാലയളവും ആ പരോൾ കിട്ടിയ പരോളും ഒക്കെ നോക്കുമ്പോൾ അമ്പരപ്പുളവാക്കി നമ്മളെയൊക്കെ തന്നെ അപലപിക്കുകയും നിയമപരമായി വിക്ടിം കോടതിയിലേക്ക് പോവുകയും ഒക്കെ ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ സർക്കാരിനെ സംബന്ധിച്ചോളം എന്തെങ്കിലും താല്പര്യം, ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? ആരുടെയെങ്കിലും ചേതോവികാരത്തിൻ്റെ കൂടി ഒരു റിസൾട്ടാണോ ഈ ഷെറിനെ സംബന്ധിച്ചോളം ഇത്രയധികം പരോള്, ഈ മോചന നീക്കം, ഇതൊക്കെ വരുന്നതിൽ അസ്വാഭാവികത എന്ത് സംശയിക്കുന്നുണ്ട് നിങ്ങൾ? ശ്രീ പ്രജീഷ്, നോക്കൂ, ഈ സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പരോൾ കിട്ടിയവർക്ക് എന്തെങ്കിലും ഒരു അവാർഡ് ഉണ്ടെങ്കിൽ, ഗിന്നസ് ബുക്കിൽ അവാർഡ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ അവാർഡ് ഉണ്ടെങ്കിൽ ആ അവാർഡിന് അർഹയാണ് ഈ പറയപ്പെടുന്ന ഷെറിൻ. ഇനി സർക്കാരിന് ഇത് യാതൊരു പങ്കുമില്ല എന്ന് പറഞ്ഞാൽ ഈ പ്രിമച്വർ റിലീസിനുള്ള റെക്കമെൻഡേഷൻ കൊടുത്ത സമിതി ഏതാണ്? ആ സമിതിയിലെ അംഗങ്ങൾ ആരാണ്? ഒന്ന് KK ലതിക, ആരാണ്? CPM-ന്റെ മുൻ MLA. പിന്നെ ലസിക, ആരാണ്? CPM-ന്റെ മുൻ MLA. മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന നേതാവ് അടക്കം 6 അംഗ കമ്മിറ്റിയിൽ 4 പേരും CPM മെമ്പേഴ്സാണ്. CPM നോമിനേറ്റഡ് ആയിട്ടുള്ളവർ ഒന്നടങ്കം പറയുകയാണ് ഈ പറയുന്ന ഷെറിനുണ്ടല്ലോ അതൊരു പഞ്ചപ്പാവം കുട്ടിയാണ്, ആ കുട്ടി ശിക്ഷിക്കപ്പെടാൻ പോലും യോഗ്യയല്ലായിരുന്നു, അവരെ ശിക്ഷിച്ചത് തന്നെ നിയമ സംവിധാനത്തിന്റെ തെറ്റാണ്, അതുകൊണ്ട് പറ്റുമെങ്കിൽ അവർക്ക് ഇത്രയും കാലം ശിക്ഷിച്ചതിന്റെ കോമ്പൻസേഷൻ കൂടി കൊടുത്ത് പുറത്തുവിടണമെന്ന് പറയുമ്പോൾ ആ സമിതി അത് റെക്കമെൻഡ് ചെയ്യുന്നെങ്കിൽ ആ സമിതിയെ സ്വാധീനിക്കത്തക്ക വിധത്തിൽ ആരോ ഇടപെട്ടിട്ടുണ്ട്. ആരാണ് ഇടപെട്ടത് എന്ന് നോക്കാം. ആരാണ് ഇടപെടുന്നത്? ഈ ഷെറിൻ പരോള് കിട്ടി ഓരോ തവണയും വെളിയിൽ വരുമ്പോൾ അവർ പോലീസ് സ്റ്റേഷനിൽ പോയി സൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓരോ തവണയും അവർ വെളിയിൽ വന്ന സമയത്തൊക്കെ അവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയതും തിരിച്ചു കൊണ്ടുപോയതും ഇന്നത്തെ മന്ത്രിസഭയിലെ ഏത് മന്ത്രിയുടെ PS ആണ് എന്നുള്ളത് കൂടി അന്വേഷിക്കുന്നേ. കൊട്ടാരക്കര കൊല്ലം വഴി പോകുമ്പോൾ ഏത് മന്ത്രിയുടെ PS ആണ് ഈ ഷെറിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയതും തിരിച്ചു കൊണ്ടുവന്നതും? ഷെറിന് അകമ്പടി സേവിച്ചത് ഏത് മന്ത്രിയുടെ PS ആണ്? ഷെറിൻ ഒപ്പിടാൻ വേണ്ടി പേന സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുത്തത് ഏത് മന്ത്രിയുടെ സ്റ്റാഫാണ് എന്ന് പരിശോധിച്ചാൽ മതി. അപ്പൊ മനസ്സിലാവും ഏത് മന്ത്രിയുടെ താല്പര്യത്തിനാണ് ഷെറിൻ വെളിയിൽ ഇറങ്ങുന്നത്. എനിക്ക് പറയാൻ യാതൊരു പടിയില്ല കേട്ടോ. അത് നിങ്ങളുടെ മന്ത്രി KV ഗണേഷ് കുമാർ തന്നെയാണ്. ഗണേഷ് കുമാറിന് ഷെറിനോടുള്ള അമിത വാത്സല്യം, അമിത താല്പര്യം, അത് തന്നെയാണ് KK ലതികയെ കൊണ്ടും സലിയെ കൊണ്ടുമൊക്കെ ഷെറിൻ ഈസ് എ ഗുഡ് പേഴ്സൺ, ഗുഡ് വുമൺ എന്നുള്ള റെക്കമെൻഡേഷൻ ലെറ്റർ എഴുതാൻ പ്രേരിപ്പിച്ചത് എന്നതിൽ സംശയം വേണ്ട. ഇനി ഷെറിന്റെ പാരമ്പര്യം നോക്കണ്ടേ? ഏറ്റവും ആദ്യമുള്ള ജയിലിൽ നിന്ന് നമുക്കതൊക്കെ ശ്രീ ആരോപണങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. ശ്രീ വസന്തശ്രീക്ക് നോക്കൂ, കൊടിസുനിയുടെ കാര്യത്തിലും മറ്റുള്ള കാര്യത്തിലൊക്കെ പൊളിറ്റിക്കലി നമുക്ക് ആരോപണം ഉന്നയിക്കാം. സർക്കാരിന് ഈ ഷെറിനെ ഇങ്ങനെ ആനുകൂല്യങ്ങൾ അകമഴിഞ്ഞ് കൊടുക്കുന്നതുകൊണ്ട് അവർക്ക് അവിടെ ഒരു ഇടത് സർക്കാരിന് എന്ത് ലാഭം അക്കാര്യത്തിൽ? അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ആദ്യം ഇവർ നെയ്യാറ്റിൻകര ജയിലിൽ നിന്ന് ഇവരെ അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്ക് മാറ്റുന്നത് എന്തിനാണെന്ന് അറിയാമോ ശ്രീ പ്രജീഷ്?
അത് അവിടെ ഫോൺ ഉപയോഗിച്ചു എന്നുള്ള കുറ്റത്തിനാണ്. ഒരു ഫോൺ കൊണ്ടുവന്നു, ആ ഫോൺ ഉപയോഗിച്ചു, അതിൽ സോഷ്യൽ മീഡിയയിൽ അടക്കം അവർ സജീവമാകാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിലാണ് അട്ടക്കുളങ്ങര ജയിലിലേക്ക് മാറ്റുന്നത്. അട്ടക്കുളങ്ങര ജയിലിൽ നിന്ന് അവരെ വിയ്യൂറിലേക്ക് മാറ്റി. എന്തിനാ വിയ്യൂറിലേക്ക് മാറ്റിയെന്നറിയാമോ? അട്ടക്കുളങ്ങര ജയിലിലെ ലേഡി വാർഡനെ ഇവർ തെറിവിളിച്ചു, അസഭ്യം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരെ വിയ്യൂറിലേക്ക് മാറ്റുന്നത്. അവിടെ നിന്നും പിന്നീട് അവരെ ജയിൽ മാറ്റുന്നത് സഹതടവുകാരിയെ ഉപദ്രവിച്ചു എന്ന പേരിലാണ്. നോക്കൂ, ഇത്രമാത്രം ക്രൈം റെക്കോർഡ് ഇൻസൈഡ് ദ ജയിൽ, വെളിയിലുള്ളപ്പോഴല്ല കേട്ടോ, ജയിലിനുള്ളിലുള്ളപ്പോൾ പോലുമുള്ള ഒരാളെ പറ്റിയും അത്രമാത്രം നല്ലൊരു റിപ്പോർട്ട് എഴുതണമെങ്കിൽ അതിൽ സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. ഇനി അങ്ങ് പറഞ്ഞതുപോലെ കേവലം ഒരു ആരോപണമല്ലോ, ആർജവം ഉണ്ടെങ്കിൽ ഇടതു പ്രതിനിധി KB ഗണേഷ് കുമാറിനോട് പറഞ്ഞ് എനിക്കെതിരെ ഒരു ഡിഫമേഷൻ നോട്ടീസ് അയക്കാൻ പറയുന്നേ. ഗണേഷ് കുമാറിന്റെ PS-ഉം ഗണേഷ് കുമാറിന്റെ ഡ്രൈവറുമല്ലേ ഇവരെ ജയിലിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത് പരോൾ ഉണ്ടാകുന്ന സമയത്ത്? പരോളുള്ള സമയത്ത് ഗണേഷ് കുമാറിന്റെ കിങ്കരന്മാർ ജയിലിൽ വന്ന് ഇവരെ കൂട്ടിക്കൊണ്ടു പോകുന്നു, തിരിച്ച് ജയിലിലാക്കുന്നതും ഇതേ കിങ്കരന്മാരാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാകുമല്ലോ ആരുടെ താല്പര്യമാണെന്ന്. KB ഗണേഷ് കുമാറിന് വേണ്ടി തന്നെയാണ് സർക്കാർ ഇപ്പോ ഈ ഷെറിനെ വെളിയിൽ ഇറക്കാൻ നിൽക്കുന്നത്. അതിന് പിന്നിൽ എന്ത് താല്പര്യങ്ങളാണ് ഉള്ളത് എന്നത് കൃത്യമായി പഠിക്കേണ്ടതാണ്. നോക്കൂ, ഒരു സ്വയം സഹായമില്ലാതെ ജയിൽ മുറിയിൽ നിന്ന് ബാത്റൂമിലേക്ക് പോലും പോകാൻ പറ്റാത്ത ഒരുപാട് തടവുകാർ ഇന്നും ജയിലിലുണ്ട്. വിവിധ റിപ്പോർട്ടുകൾ, വിവിധ മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ടുകൾ പോലും വെളിയിൽ വന്നിട്ടും എന്നിട്ട് പോലും അവരെ വെളിയിൽ വിടാൻ ഈ സർക്കാർ തയ്യാറാവുന്നില്ല. ഇവരുടെ ഈ വിദഗ്ധ സമിതി, ഈ പറയുന്ന ഉപദേശക സമിതി തയ്യാറാവുന്നില്ല. പക്ഷേ ഷെറിന്റെ കാര്യം വരുമ്പോ ഇനി അവര് വനിതാ വാർഡനെ അടിച്ചതാണെങ്കിലും സഹതടവുകാരിയെ കൊല്ലാൻ ശ്രമിച്ചതാണെങ്കിലും ജയിലിന്റെ ഉള്ളിൽ ഫോൺ ഉപയോഗിക്കാൻ ശ്രമിച്ചതാണെങ്കിലും ജയിൽ വാർഡന്റെ കൂടെ വെളിയിൽ സർക്കിട്ടിന് പോയതാണെങ്കിലും അൽഫാമും കുഴിമന്തിയും കഴിക്കാൻ പോയി മടങ്ങി വന്നതാണെങ്കിലും കുഴപ്പമില്ല. ഷെറിന് 500 ദിവസം പരോൾ വേണം. 500 ദിവസം എന്ന് പറയുമ്പോഴേ 2 വർഷക്കാലം വരും. 2 വർഷക്കാലം അവർ ശിക്ഷാ കാലാവധിയിൽ വെളിയിലായിരുന്നു എന്നുള്ളതും കൂടി പരിഗണിക്കേണ്ടതായി വരും. ഞാൻ വളരെ വലിയ രാഷ്ട്രീയ ഉത്തരവാദിത്വത്തോടും കൂടി പറയാണ്, ഈ സർക്കാരിൽ KK ലതിക അടക്കം സലിഹ അടക്കമുള്ള മുൻ MLA-മാരുടെ റിപ്പോർട്ടിനെ സ്വാധീനിക്കത്തക്ക വണ്ണത്തിൽ ഈ ഷെറിന് വേണ്ടി ഇടപെട്ടത് KB ഗണേഷ് കുമാറാണ്. ഗണേഷ് കുമാറിന്റെ വ്യക്തി താല്പര്യമാണ് ഷെറിന് വഴിവെക്കുന്നത്, ഷെറിന് സഹായകരമാകുന്നത്. ശരി, ആ ആരോപണം വീണ്ടും ആവർത്തിക്കുകയാണ് ശ്രീ റെജി ലൂക്കോസ്. കോൺഗ്രസ് നേതൃത്വം ആ ആരോപണം വീണ്ടും ആവർത്തിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഉന്നതന്റെ ഇടപെടൽ ഇതിലുണ്ടോ? അങ്ങനെയുള്ള സംശയങ്ങൾക്ക് യുക്തിയുണ്ടോ? അല്ല, അതിന് ഒരു മറുപടി പോലും അർഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കോൺഗ്രസ്സുകാരുടെ ജീവിതത്തിൽ ആർക്കും പരോൾ കൊടുക്കുകയോ അവരുടെ ഭരണകാലത്ത് ശിക്ഷാളവ് നൽകുകയും ചെയ്യാത്ത, ഞാനൊരു കൊടുങ്ക്രിമിനലിന്റെ കാര്യം ഞാനൊരു ഉദാഹരണം തന്നെ പറയാം. എന്റെ അടുത്തൊരു 10-15 ഉദാഹരണങ്ങളുണ്ട്. ഞാൻ അതെല്ലാം സെർച്ച് ചെയ്തിട്ട് ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇവർക്ക് അങ്ങനെയാണ്. ഇവരെ സംബന്ധിച്ചോളം ഇവർ ചെയ്ത കൊടും പാതകളെല്ലാം മറന്നിട്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും. പേഴ്സണലായിട്ട് വ്യക്തിപരമായ ഇതിലും പറ്റിയൊക്കെ വിളിച്ചു പറയും. അതുകൊണ്ട് ഒരുപക്ഷെ ഈ നമ്മുടെ കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പറയാൻ നിർബന്ധനായിരിക്കും. അദ്ദേഹം അങ്ങനത്തെ അത്രയ്ക്ക് ഒരു അഗ്ലി പേഴ്സൺ ആണെന്ന് ഞാൻ കരുതുന്നില്ല, വളരെ ഫ്രാങ്ക് ആയിട്ട് തന്നെ പറയാം. പക്ഷേ ഇവർ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, നിയമവ്യവസ്ഥയ്ക്ക് ഓരോ വ്യക്തിയുടെയും ഓരോ തടവുള്ളിക്ക് അവകാശമുണ്ട്. ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അവകാശമുണ്ട്. 3 തവണ അതിനെക്കുറിച്ച് സുപ്രീം കോടതിയുടെ വേർഡിക്റ്റും ഉണ്ട്. എന്താണ് ഓരോ തടവുള്ളിയുടെ മനുഷ്യാവകാശങ്ങൾ. പിന്നെ ജയിൽ മാറുന്നതിനെ കുറിച്ചുള്ള ഞാൻ കൃത്യമായിട്ട് കൊണ്ട് പറയാം. എന്റെ അറിവ് ശരിയാണെങ്കിൽ ജയിലിൽ ഇപ്പോൾ ഒരാൾക്ക് എനിക്ക് ഈ ജയിലിൽ സുരക്ഷാ ഭീഷണി ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് പിന്നെ മറ്റു ബുദ്ധിമുട്ടുണ്ടോ, എനിക്ക് മാറി തരാമെന്ന് ചോദിച്ചാൽ അത് പരിഗണിക്കാനുള്ള അവകാശം ജയിലധികർക്കുണ്ട്. അങ്ങനെ മാറാം. അതല്ല പ്രശ്നം ഉണ്ടാക്കുന്ന തടവുകാരെ മാറ്റാം. ഇതെല്ലാം തടവുകളുടെ കാര്യത്തിൽ ആഫ്രിക്കപ്പെടാം. അത് DGP-യുടെ മുമ്പിലുണ്ട്, പൊതുസമൂഹത്തിന് മുമ്പിൽ അവൈലബിൾ ആയ റെക്കോർഡാണ്. വെറുതെ താങ്കൾ സംസാരിച്ചോളൂ. താങ്കൾ ഗണേഷ് കുമാറിനെ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കാനുള്ള വിമർശിച്ചോളൂ. എനിക്ക് അതിനകത്ത് എതിരൊന്നുമില്ല. കാരണം അത് താങ്കളുടെ പാർട്ടിയുടെ ഒരു പ്രത്യേക ശൈലിയാണ് മാത്രം ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ ആദ്യമാണ് ഞാൻ താങ്കളുടെ പേരെടുത്ത് പറയാറില്ല ഞങ്ങളാരും. ഇപ്പൊ തന്നെ ആ ചങ്ങാതി പറയുന്നത് കേട്ടില്ലേ? ഞാൻ എന്റെ പോയിന്റ് രാപ്പട മണിക്കൂർ ചർച്ചയുണ്ട്. അങ്ങനെ ഇടപെട്ട് സംസാരിച്ചോണ്ടിരിക്കുക. ഇതൊക്കെയാണ് ഇവരുടെ പ്രശ്നം. കോൺഗ്രസ്സുകാരെ ജനം വെറുക്കുന്നതിന്റെ മുഖ്യ കാരണങ്ങൾ അത് തന്നെയാണ്. ഇവര് മറ്റുള്ളവരെ കൊണ്ട് സംസാരിപ്പിക്കത്തുമില്ല. യാഥാർത്ഥ്യങ്ങൾ പറയുമ്പോഴത്തേക്കും ഇവർ കയറി എന്താ പറയാ മനുഷ്യന് ഇഷ്ടപ്പെടാത്ത രീതിയിൽ സംസാരിക്കുക. ഇത് തന്നെ ഈ ജനം കേട്ടിരിക്കുക. ഇത് എന്തിനും കയറി LDF സർക്കാരിനെ ഒരു കാര്യം ഗണേഷ് കുമാറിന്റെ പേര്, മറ്റൊരു മന്ത്രിയുടെ പേര്, ഇതൊക്കെ ഇക്കാര്യത്തിൽ കൊണ്ട് ചേർത്ത് കെട്ടുന്നതിൽ യുക്തിയില്ല. ഇതെല്ലാം നടപടിക്രമങ്ങൾ, ഇവിടെ ഒരു മോണിറ്ററിംഗ് സംവിധാനമുണ്ട് എന്ന നിലയ്ക്ക് തന്നെയാണ്. അങ്ങനെയാണല്ലേ? അല്ല, ഞാൻ പ്രജീഷോട് വളരെ ഓപ്പൺ ആയിട്ട് പറയാം. നമ്മള് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ പരാമർശിക്കുമ്പോൾ നമ്മൾ സ്വയം ചിന്തിക്കണം, ഞാൻ അതിന് യോഗ്യനാണല്ലോ, ഞങ്ങൾ അതിന് യോഗ്യനാണെന്ന് പറയാം. ഈ ഗണേഷ് കുമാർ എന്ന് പറഞ്ഞ വ്യക്തി ഡയറക്റ്റ് ആയിട്ട് ഇടപെട്ടെന്നുള്ളതിൽ എന്ത് തെളിവാണുള്ളത്? മന്ത്രിസഭാ യോഗത്തിൽ ഇവരാരെങ്കിലും പോയിട്ടുണ്ടോ ഇത് കേൾക്കാൻ വേണ്ടിയിട്ട്? ഇത് ഒരു കുറെ നാളായിട്ട് പറയുന്നുണ്ട്.
ഞാൻ ഗണേഷ് കുമാറിന്റെ വ്യക്തമാകുന്നില്ല. പക്ഷേ അനാവശ്യമായിട്ട് ഒരാളുടെ പേര് ഉപയോഗിച്ചു പറഞ്ഞാൽ അയാളെ സമൂഹത്തിൽ വ്യക്തിഹത്യ നടത്തുക, കുറ്റവാളികൾ കൂട്ടു നിൽക്കുന്നവരാന്നൊക്കെ പറയാന്ന് പറഞ്ഞാല് ആ കാലമൊക്കെ പോയി. അതൊന്നും ജനങ്ങൾ അംഗീകരിക്കത്തില്ല. ആ കാലം പോയി. തെളിവുണ്ടെങ്കിൽ നിങ്ങൾ തെളിവ് ഹാജരാക്കും, നിങ്ങൾ കോടതി കൊടുക്കും. ഗണേഷ് കുമാർ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ നിയമവ്യവസ്ഥയില്ലേ? അല്ലെങ്കിൽ ജയിൽ DGPക്ക് പരാതി കൊടുക്കൂ, ഈ മനുഷ്യനാണ് ഇടപെട്ടിരിക്കുന്നത്, ഈ മനുഷ്യൻ എന്താണ് ഇത്ര പ്രത്യേക ഇന്റൻഷൻ? അത് നിങ്ങളുടെ അമ്മാവിന്റെ മോളാണെന്നൊക്കെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങൾ മാന്യതയിലാണ് സംസാരിക്കുക. ഞാൻ താങ്കളെ കുറിച്ച് എത്ര നല്ല വാക്കുകളാ പറഞ്ഞേ. എന്ത് സംസ്കാരമാണ് നിങ്ങളുടെ? നിങ്ങൾ എന്ത് കൾച്ചറായിട്ടാണ് ഈ സംസാരിക്കുന്നത്? താങ്കളെ കുറിച്ച് ഞാൻ നല്ല വാക്കേ പറഞ്ഞിട്ടുള്ളൂ. താങ്കൾ അമ്മാവന്റെ മകളാണെന്നൊക്കെ ചോദിച്ചെങ്കിൽ ഇതാണ് നിങ്ങൾ ഈ കോൺഗ്രസ്സുകാരുടെ ഒരു കുഴപ്പമെന്ന് പറയുന്നത്. നിങ്ങളെ ജനം അംഗീകരിക്കുന്നതിന്റെ കാരണം ഈ ചർച്ചയിൽ ഇതിനെ എതിർത്ത സുഭാഷ് ബാബു സാറ് പോലും വാക്കുകൾ മാന്യമായിട്ടാണ് ഉപയോഗിച്ചത്. കാരണം നമ്മൾ ജനത്തിന് മുമ്പിൽ അത് താങ്കളുടെ കോൺഗ്രസിന്റെ എന്റെ വാക്കിന്റെ മാന്യത എന്തായാലും നിങ്ങൾക്ക് പല സ്വകാര്യങ്ങളാണ്. പക്ഷെ എന്റെ മതമായിരിക്കും നിങ്ങൾ പറഞ്ഞതുപോലെ അതൊരു രാഷ്ട്രീയമായിട്ടുള്ള ആരോപണം മാത്രമാണ്. ഇതിന്റെ സംവിധാനങ്ങളുണ്ട്. ആ മോണിറ്ററിംഗ് സംവിധാനം വഴിയാണ് ഇത് റോൾ ചെയ്തിട്ടുള്ളത് എന്നാണ് താങ്കൾ പറയുന്നത്. ശ്രീ സുഭാഷ് ബാബു, അവസാനമായി നമുക്ക് ഈ അറിയാമല്ലോ, ചില കേസുകളിൽ ആളുകൾ കോടതിയിലൊക്കെ പോയിട്ടാണ് അവരുടെ അർഹമായ പരോളുകൾ പോലും നേടിയെടുക്കുന്നത്. അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഈ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട പരോൾ വരെ വന്നു കോടതിക്ക് മുൻപാകെ എന്നുള്ളതാണ്. അപ്പോൾ ചന്ദ്രബോസ് വധക്കേസുമായി ബന്ധപ്പെട്ട് പ്രതിയുടെ അത് ഹൈക്കോടതി അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു സംവിധാനമുണ്ട്. അപ്പോൾ അർഹപ്പെട്ട മനുഷ്യാവകാശം എന്ന നിലയിൽ ഭരണഘടനാപരമായ രീതിയിൽ എന്നത് ചേർത്ത് വയ്ക്കപ്പെടുകയാണ്. അതല്ല, കുറച്ചുകൂടി ഈ മോണിറ്ററിംഗ് സംവിധാനങ്ങൾ അതോറിറ്റിയെ കുറച്ചുകൂടി സുതാര്യമാകേണ്ടതിൻ്റെ അനിവാര്യതയുണ്ടോ ഇത്തരം കേസുകളിൽ? തീർച്ചയായിട്ടും. കാരണം ഒരു ശിക്ഷിക്കപ്പെട്ട പ്രതിയാകുമ്പോൾ അവർ ഉൾപ്പെട്ട കേസിൽ എത്രമാത്രം ഗൗരവതരമായ ഭാഗമാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്, അല്ലെങ്കിൽ എത്രമാത്രം ഗൗരവതരമായ കുറ്റമാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായതെന്ന് ആശ്രയിച്ചാണ് ഈ വ്യക്തിക്ക് ശിക്ഷ കൊടുക്കുന്നത്. അങ്ങനെ ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ആ ശിക്ഷയ്ക്ക് അർഹയായ വ്യക്തിയെ സംബന്ധിച്ച് അതിനുശേഷം ജയിലിനകത്തുണ്ടാകുന്ന അവരുടെ സ്വഭാവവും അവിടുത്തെ പ്രവർത്തനവും അവിടുത്തെ ജോലി സംബന്ധമായ കാര്യങ്ങളും അവിടുത്തെ അച്ചടക്കവും ഏത് രീതിയിൽ അവർ ഉൾക്കൊള്ളുന്നു, ജീവിക്കുന്നു എന്നുള്ളതും ബാക്കിയുള്ള ആൾ പരസ്പര ധാരണയും വിശ്വാസവും സ്നേഹത്തോടുകൂടി എങ്ങനെ വർത്തിക്കുന്നു എന്നതിനെയൊക്കെ ആശ്രയിച്ചാണ് അവരുടെ ക്യാരക്ടർ അല്ലെങ്കിൽ കോണ്ടക്റ്റ് എന്ന് പറയുന്ന സാധനം നിർവചിക്കപ്പെട്ടിരിക്കുന്നത്. ആ നിർവചിക്കപ്പെട്ടതിനകത്ത് ഏതെങ്കിലും രീതിയിലുള്ള വ്യതിയാനങ്ങൾ വരുന്ന രീതിയിലുള്ള അക്രമങ്ങളോ ആഭാസമായ രീതിയിലുള്ള സംസാരമോ അപമര്യാദയോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുക, വേറെ രീതിയിൽ മർദ്ദിക്കുക, പരസ്പരം മറ്റ് ജയിൽ അവരുടെ സഹതടവുകാരെ ഉപദ്രവിക്കുക എന്നതിനെയൊക്കെ ആശ്രയിച്ച് അതിനകത്ത് ഇവരുടെ ഒരു ഡിസിപ്ലിൻ രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു സാധനത്തിൽ അതാത് സമയത്തുണ്ടാകുന്ന പരാതികൾ എവിടെ പോകുന്നതിന് മുമ്പേ ആദ്യമായിട്ട് പരാതി അവിടുന്ന് ഉന്നയിക്കപ്പെടുന്ന സാഹചര്യത്തിൽ തന്നെ ആ രജിസ്റ്ററിൽ രേഖപ്പെടുത്തണമെന്നും അത് സംബന്ധിച്ച് രേഖ വേണം. ആ രേഖപ്പെടുത്തൽ അതിൻ്റെ മേലധികാരികളെ അറിയിപ്പിക്കുകയും അന്വേഷിച്ചതിന് ശേഷം അതിന് തീരുമാനമെടുക്കുകയും ചെയ്യണം. അങ്ങനെ ആ രജിസ്റ്ററിനകത്ത് ഉണ്ടായിരിക്കുന്ന പരാതികളുടെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ വേണം പരോൾ മുതൽ എല്ലാ കാര്യങ്ങളും. അതിൽ ആത്യന്തികമായിട്ട് ഇനിയും പ്രീമച്വർ റിലീസ് വരികയാണെങ്കിൽ പിന്നെ ശിക്ഷാ കാലാവധി ഇളവ് കൊടുക്കുകയാണെങ്കിൽ വരെ ഇവർക്ക് ആദ്യം മുതൽ അന്ന് വരെയുള്ള എല്ലാ സ്വഭാവത്തിൻ്റെയും വൈശിഷ്ട്യങ്ങൾ എന്താണ്, ന്യൂനതകൾ എന്താണ്, അവരുടെ അക്രമവാസന എന്തായിരുന്നു, ക്രിമിനൽ സ്വഭാവം എന്തായിരുന്നു എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ തീരുമാനമെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നല്ല ആളുകളെ സംബന്ധിച്ചോളം ക്രൂരകൃത്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ചു അതിന് ശേഷം അവരുടെ മാനസികമായിട്ടുള്ള പരിവർത്തനം വന്നു എന്നുള്ളത് ഈ കാര്യങ്ങളിൽ നിന്നാണ് സാധാരണഗതിയിൽ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ അതിന് വ്യതിയാനം വന്ന ആളുകളൊന്നും മാനസാന്തരപ്പെട്ടിട്ടില്ല എന്ന് തീരുമാനിക്കണം. അവർക്ക് ഇതേമാതിരിയുള്ള നിയമപരമായിട്ട് അനുകമ്പങ്ങളും ആശ്വാസങ്ങളും അർഹരല്ല എന്നാണ് ഈ പരോളിൻ്റെ എല്ലാ നിയമങ്ങളും പറയുന്നത്, പ്രിമച്വർ റിലീസ് സംബന്ധിച്ചുള്ള എല്ലാ നിർദ്ദേശങ്ങളും. അങ്ങനെ വരുമ്പോൾ ഇവരിൽ നിന്ന് ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രകടമായ ആരോപണങ്ങളും ഇവരെ സംബന്ധിച്ചുള്ള ക്രൂരമായ പല പ്രവൃത്തികളും ക്രിമിനൽ സ്വഭാവമുള്ള പല കുറ്റകൃത്യങ്ങളും അവർ ചെയ്തതായിട്ട് പറയുമ്പോൾ അവർക്ക് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പരാതികളുണ്ടാവും. അത് ആരാണ് ഗവൺമെൻറ് എന്നുള്ളതും ഇവരുമായിട്ട് ആർക്കെങ്കിലും അടുപ്പം ഉണ്ടായിരുന്നു എന്ന് ഏതെങ്കിലും കാലത്ത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കൂട്ടിപ്പിടിച്ചിട്ടായിരിക്കുമല്ലോ ആരോപണം ഉണ്ടാകുന്നത്. അതിനകത്ത് വസ്തുത ഉണ്ടായി തെളിയിക്കാൻ നമുക്ക് സാധ്യമല്ല. കാരണം റെക്കമെൻഡേഷൻ തെളിയിക്കുക എന്ന് പറഞ്ഞത് സാധ്യമേ അല്ല. പക്ഷേ ആധുനിക യുഗത്തിൽ റെക്കമെൻഡ് ചെയ്യുന്ന ആളുകളെ ധൈര്യമുള്ള ആളുകൾക്ക് വേണമെങ്കിൽ അത് മൊബൈലിലോ മറ്റു രീതിയിലോ എവിടെയെങ്കിലും റെക്കോർഡ് ചെയ്തതിന് ശേഷം തെളിയിക്കപ്പെടാനുള്ള എന്തായാലും ശ്രീ സുഭാഷ് ബാബു, ശ്രീ റെജി ലൂക്കോസ്, ശ്രീ വസന്ത് സിറിയക്ക് ഇക്കാര്യത്തിൽ
ഒരുപാട് അസ്വാഭാവികതകൾ ഇങ്ങനെ കുമിഞ്ഞു കൂടുമ്പോൾ എല്ലാം യാദൃശ്ചികമെന്ന് പറയുമ്പോൾ പക്ഷേ യാദൃശ്ചികങ്ങളൊക്കെ തന്നെ ഷെറിൻ്റെ കാര്യത്തിൽ മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാകുന്നു? കാരണം മോചന നീക്കം നടത്തി, അത് കുറിക്കൊണ്ടില്ല, അതിനുശേഷം ഒരു പിൻവാതിലൂടെയുള്ള കാര്യങ്ങൾ വീണ്ടും പരോൾ എന്ന രൂപത്തിൽ വരികയാണോ എന്ന സംശയം ബലപ്പെടുകയാണ്. എന്തായാലും കഴിഞ്ഞ ഇത്രയും വർഷത്തിനിടയിൽ 14 വർഷത്തോളം ശിക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ ആ കാലയളവിൽ 2 വർഷത്തോളം ഈ പ്രതി പുറത്തായിരുന്നു. ആ സമയത്തൊക്കെ തന്നെ സ്വഭാവം സംബന്ധിച്ച് പല അക്രമങ്ങളും ജയിലുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയാണ്. അപ്പോൾ സൽസ്വഭാവ സർട്ടിഫിക്കറ്റ്, അങ്ങനെ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കഴിയുമോ എന്നത് ചിന്തിക്കേണ്ടതാണ്. വളരെയധികം നന്ദി അതിഥികൾക്ക്.